നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെൻട്രിക്കിൾസ് ഓഫ് ബ്രെയിൻ എന്ന് പറയുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഈ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അൾഷിമേഴ്സ് ഡിസീസ്, ഓർമ്മ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ അല്ലെ, ഈ അൾഷിമേഴ്സ് ഡിസീസ് ഒക്കെ പോലുള്ള സാഹചര്യങ്ങളിൽ ഇവരുടെ MRI സ്കാനും അതേപോലെ തന്നെ CT സ്കാനും ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ വെൻട്രിക്കിൾ ഉണ്ടല്ലോ, ആ വെൻട്രിക്കിളിന്റെ ക്യാവിറ്റി വലുതായിരിക്കുന്നതായിട്ട് കാണാം. ഇപ്പൊ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നോർമൽ ക്യാവിറ്റി പോലെ ആയിരിക്കത്തില്ല, വലിയ ക്യാവിറ്റികളായിരിക്കും അവിടെ കാണുന്നത്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എംറ്റി സ്പേസ് ആണ് ഈ ക്യാവിറ്റി എന്ന് പറയുന്നത്. എംറ്റി സ്പേസ് കൂടുകയും അതിന് ചുറ്റുമുള്ള ന്യൂറോണിന്റെ അളവ് കുറയുന്നു എന്നുള്ളതാണ് നിങ്ങൾ അതിനകത്തുനിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരു MRI സ്കാൻ അല്ലെങ്കിൽ CT സ്കാൻ എടുത്ത് അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും നോക്കാൻ നിങ്ങൾക്ക് കഴിയണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻട്രിക്കിൾ ഈ ഒരു ലെവലിൽ നിൽക്കേണ്ട, ഈ ഒരു സൈസിൽ നിൽക്കേണ്ട വെൻട്രിക്കിളിന്റെ സൈസ് കൂടി നിൽക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ക്യാവിറ്റി ആയിട്ട് നിൽക്കുന്നു. അതിന്റെ അർത്ഥം അവിടെ എംറ്റി സ്പേസ് കൂടുതലാണെന്നും ന്യൂറോണിന്റെ അളവ് കുറഞ്ഞിരിക്കുകയാണെന്നും സ്വാഭാവികമായിട്ടും ന്യൂറോൺ സഹായിക്കുന്ന മെമ്മറി ഫങ്ഷൻസ് ഉൾപ്പെടെയുള്ള ഹയർ മെന്റൽ ഫങ്ഷൻസ് നഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്നുള്ള സൂചന അവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടും. വലിയ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല, വെറും ഒരു ലോജിക്ക് മാത്രമേ പറഞ്ഞുള്ളൂ. ഓക്കെ, ശരി. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയേ പറയാം. ഓരോ കാര്യങ്ങൾ പറയുമ്പോഴല്ലേ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു പോകാൻ പറ്റത്തുള്ളൂ. ശരി, ഇവിടെ എത്ര വെൻട്രിക്കിൾ നിങ്ങൾ കാണുന്നുണ്ട്? അപ്പൊ ആ വെൻട്രിക്കിൾ കാണുന്നതെന്ന് ഞാൻ മാർക്ക് ചെയ്ത് പറയാം, എങ്കിലേ അത് ക്ലിയർ ആവത്തുള്ളൂ. ഇതാ, ഇതിനെ നമ്മൾ പറയുന്ന പേര്, ആ കളർ വേണ്ട, നമുക്കൊരു വേറൊരു കളർ, ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ലാറ്ററൽ വെൻട്രിക്കിൾ. ഇവിടെ 2 ലാറ്ററൽ വെൻട്രിക്കിൾ ഉണ്ട്. ലാറ്ററൽ വെൻട്രിക്കിൾ. ഇനി അടുത്ത അറിയേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലാറ്ററൽ വെൻട്രിക്കിൾ. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു വെൻട്രിക്കിൾ കാണുന്നുണ്ടല്ലോ, ഇതിനെ പറയുന്ന പേര് തേർഡ് വെൻട്രിക്കിൾ എന്നുള്ളതാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു വലിയ വെൻട്രിക്കിൾ കാണും, ഇതിനെ ഫോർത്ത് വെൻട്രിക്കിൾ. അപ്പോൾ മൊത്തം എത്ര വെൻട്രിക്കിൾ കണ്ടു നിങ്ങൾ? 4 വെൻട്രിക്കിൾ. 2 ലാറ്ററൽ വെൻട്രിക്കിൾ, അത് കഴിഞ്ഞതിന് ശേഷം അത് ഓപ്പൺ ചെയ്ത് വരുന്ന തേർഡ് വെൻട്രിക്കിൾ ഫോർത്ത് വെൻട്രിക്കിളിലേക്ക് ഓപ്പൺ ചെയ്യും. ക്ലിയർ ആണല്ലോ? സംശയമൊന്നുമില്ലല്ലോ? ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഹൗ മെനി വെൻട്രിക്കിൾസ് ഇൻ ഹ്യൂമൻ ബോഡി? എല്ലാവർക്കും കത്തിയത് ഹാർട്ടിലെ വെൻട്രിക്കിൾ മാത്രമാണ്, 2 എണ്ണം എഴുതി വെച്ചു. ഇനി പറ എത്ര വെൻട്രിക്കിൾ ഉണ്ടെന്ന്. ലേബൽഡ് വെൻട്രിക്കിൾസ് എന്നായിരുന്നു ക്വസ്റ്റ്യൻ. വെൻട്രിക്കിൾസ് എന്ന് ലേബൽ ചെയ്യപ്പെട്ടിട്ടുള്ള എത്ര ക്യാവിറ്റീസ് നമ്മുടെ ശരീരത്തിലുണ്ട്? 6. പഴയകാല PSCയുടെ ഒരു ക്വസ്റ്റ്യൻ ആണ്, തമാശയായിട്ട് തോന്നും. ശരി, അപ്പൊ ഇനി നമ്മൾ അറിയേണ്ടത്, നമുക്ക് പരീക്ഷയ്ക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ അല്ല ചോദിക്കുന്നത്. വീണയ്ക്ക് കിട്ടിയില്ല, ഇത് ബ്രെയിനിലെ വെൻട്രിക്കിൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഹാർട്ടിലെ 2 വെൻട്രിക്കിൾ കൂടിയുണ്ട്, പഠിച്ചിട്ടുണ്ടോ? ഓറിക്കിൾ ആൻഡ് വെൻട്രിക്കിൾ, അല്ല ഏട്രിയം ആൻഡ് വെൻട്രിക്കിൾ, അതുകൂടെ കൂട്ടണം. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് വെൻട്രിക്കിൾസ് ഇൻ ഹ്യൂമൻ ബോഡി എന്ന് ചോദിക്കുമ്പോൾ അതുകൂടെ ആഡ് ചെയ്യണം, അപ്പൊ 6 വരും. അത് പരീക്ഷാ ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. ഒരു ഇന്റർവ്യൂവിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഹ്യൂമൻ ബോഡിയിൽ എത്ര, ഹ്യൂമൻ ബോഡിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ, ഹ്യൂമൻ ബീയിങ്സിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ക്രോമസോമിന്റെ നമ്പർ എത്രയാണ്? എത്രയാ? ആർക്കും ആൻസർ അല്ലേ? ഹ്യൂമൻ ബീയിങ്സിൽ ക്രോമസോം 23 പെയർ. നമ്മൾ പെട്ടെന്ന് ആൻസർ ചെയ്യുന്നത് 23 പെയർ അല്ല, 46. അവരെന്റെ ക്ലാരിറ്റി പറഞ്ഞെന്ന് വെച്ചാൽ ഇൻഫിനിറ്റി എന്നുള്ളതാണ്. ഹ്യൂമൻ ബോഡിയിൽ അല്ലെ ഹ്യൂമൻ ബീയിങ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫിനിറ്റി ക്രോമസോംസ് ഉണ്ടെന്നുള്ളതാണ്. ഒരു സെല്ലിലെ ക്രോമസോമിന്റെ നമ്പറാണ് 23 പെയർ അല്ലെങ്കിൽ 46. അപ്പം നമ്മുടെ ശരീരത്തിൽ എത്ര കോശങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അത്രമാത്രം ക്രോമസോം നമ്മുടെ ശരീരത്തിലുണ്ട്. അപ്പൊ ആ കൺസെപ്റ്റ് നമുക്ക് അറിയാൻ വേണ്ടി ഇങ്ങനെ ചിലപ്പോൾ കളിയാക്കാനും അല്ലെങ്കിൽ തമാശയ്ക്കും ഒക്കെ ചില ക്വസ്റ്റ്യൻസ് വരും, പിടിയിട്ടില്ല. അപ്പൊ നമുക്ക് കൺസെപ്റ്റ് അറിയാമെങ്കിൽ നമ്മൾ അവിടെ ഇട്ട് അവരെ തിരുത്തി കളയും. ആ രീതി നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഓരോ കോശത്തിലും ഏകദേശം 23 പെയർസ് ക്രോമസോം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തൊന്നും വേറെ ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കത്തില്ല, അവർ വേറെ ക്വസ്റ്റ്യൻ പിടിക്കും, അടുത്ത ലെവൽ പിടിക്കും. പിടിയില്ലേ? ഇതൊക്കെ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചേക്കോ.